നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറി CPM നേതാവ് G സുധാകരൻ. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമെന്ന് മന്ത്രി R ബിന്ദു. കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയത ഒറ്റപ്പെട്ട സംഭവമാണെന്ന് MV ഗോവിന്ദൻ. CPMനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയ പോസ്റ്റ് മോഡേണിസ്റ്റുകളെ ഇറക്കുന്നതായി EP ജയരാജൻ. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. G സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി KC വേണുഗോപാൽ. വാർത്തകൾ വിശദമായി. ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറി CPM നേതാവ് G സുധാകരൻ. ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറി CPIM നേതാവ് G സുധാകരൻ. ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ മാധ്യമങ്ങൾ എത്തിയതോടെ പരിപാടിയിൽ നിന്ന് സുധാകരൻ പിന്മാറുകയായിരുന്നു. CPIM വേദികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് G സുധാകരൻ ഇന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. ഇതിനായി എല്ലാ തയ്യാറെടുപ്പും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ G സുധാകരന്റെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ വിവാദത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ G സുധാകരൻ പിന്മാറുകയായിരുന്നുവെന്നാണ് വിവരം. പല ഘട്ടങ്ങളിൽ സുധാകരൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ CPIM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് G സുധാകരനെ ക്ഷണിക്കാത്തത് ചർച്ചയായിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിലും ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നിന്നും G സുധാകരനെ ഒഴിവാക്കിയിരുന്നു. സുധാകരന്റെ വീടിനടുത്താണ് ഇത്തവണ പൊതുസമ്മേളന വേദി. എന്നാൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ക്ഷണിക്കാതിരുന്നതെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി R നാസറിന്റെ പ്രതികരണം. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമെന്ന് മന്ത്രി R ബിന്ദു. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമെന്ന് മന്ത്രി R ബിന്ദു. KTU VCയെ നിയമിക്കേണ്ടത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാണെന്ന് KTU നിയമനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. സംസ്ഥാനത്ത് സർവകലാശാലകളുടെ പ്രവർത്തനത്തിന് സർക്കാർ നൽകുന്ന പിന്തുണ വലുതാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന് റോൾ ഇല്ലെന്നാണ് ഗവർണർ പറയുന്നത്. ഗവർണറുടേത് സ്വേച്ഛാധിപത്യ നിലപാടാണ്. സർവകലാശാലകളുടെ പ്രവർത്തനം പിന്നോട്ട് അടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. സംഘപരിവാർ അജണ്ടകൾക്ക് ചൂട്ടുപിടിക്കുകയാണ് ഗവർണർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉയർച്ചയ്ക്ക് ഗവർണർ ചെറുവിരൽ അനക്കിയിട്ടില്ലെന്നും മന്ത്രി ബിന്ദു വിമർശിച്ചു. കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയത ഒറ്റപ്പെട്ട സംഭവമാണെന്ന് MV ഗോവിന്ദൻ. കരുനാഗപ്പള്ളിയിലെ CPIM വിഭാഗീയത ഒറ്റപ്പെട്ട സംഭവമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി ഒരു തിരുത്തൽ നടപടിയാണ് എടുക്കുന്നതെന്നും തെറ്റായ ഒരു പ്രവണതയെയും വെച്ചു പൊറുപ്പിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അപമാനമെന്ന രീതി സൃഷ്ടിച്ചത് മാധ്യമങ്ങളാണ് എന്നും ഗോവിന്ദൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ പാർട്ടിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് താൻ നിർവഹിച്ചിരിക്കുന്നത്. ഇത് വിഭാഗീയതല്ല, പ്രാദേശിക പ്രശ്നമാണ്, ഒറ്റപ്പെട്ട സംഭവമാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അവയ്ക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിച്ചു. ഇത്രയും ലോക്കൽ സമ്മേളനങ്ങളും മറ്റും നടത്തിയ ശേഷം വളരെ അപൂർവമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPMനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയ പോസ്റ്റ് മോഡേണിസ്റ്റുകളെ ഇറക്കുന്നതായി EP ജയരാജൻ. CPIMനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയ പോസ്റ്റ് മോഡേണിസ്റ്റുകളെ ഇറക്കുന്നതായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രത്യേകം പരിശീലനം നൽകി പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ CPIMനെ തകർക്കാൻ ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നതായാണ് EP ജയരാജൻ ചൂണ്ടിക്കാണിച്ചത്. CPIM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EP ജയരാജൻ. രാജ്യത്തിന്റെ പല ഭാഗത്തായി പോസ്റ്റ് മോഡേണിസ്റ്റുകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണെന്നും EP ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. ഇതിന്റെ ഭാഗമായി മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് വലതുപക്ഷം തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത്. നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് CPIMനെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും EP ജയരാജൻ ആരോപിച്ചു. ഇത്തരം ശ്രമങ്ങൾ തിരിച്ചറിയാൻ സഖാക്കൾക്ക് കഴിയാതെ പോകുന്നുവെന്നും ഇതേ നിലയിലുള്ള ആക്രമണത്തിലൂടെയാണ് ലോകത്ത് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തതെന്നും EP ജയരാജൻ ചൂണ്ടിക്കാണിച്ചു.
പണം ആസൂത്രിതമായി മാധ്യമങ്ങളെ ഉപയോഗിക്കുകയാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങളാകാം, പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൽ എന്ന നിലയിൽ വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. സഖാക്കൾ തമ്മിൽ മാനസിക ഐക്യവും പൊരുത്തവും ഉണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധിയെ മറികടക്കാനാവൂ എന്നും ഇ.പി. ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് എ സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്ക് ഒരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. ഒരു ദേശത്തിന്റെ സംസ്കൃതിയാണ് പൂരമെന്ന് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ R.K. ദാമോദരൻ അഭിപ്രായപ്പെട്ടു. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വിളംബര പത്രികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ 2025 വർഷത്തെ പൂരച്ചടങ്ങുകളുടെ ഉദ്ഘാടനവും വിളംബര പത്രികയുടെ പ്രകാശന കർമ്മവും ഉത്രാളിക്കാവ് ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ P.N. സുരേന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് പൂരം ചടങ്ങുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ R.K. ദാമോദരൻ, റിട്ടയേർഡ് ജോയിന്റ് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് ഡോക്ടർ R. വേണുഗോപാലിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് 2025 ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വിളംബര പത്രികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് A.K. സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V. സുരേഷ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൊളഞ്ചേരി, ജനറൽ സെക്രട്ടറി P.A. വിപിൻ, ഡോക്ടർ P.S. മോഹൻദാസ്, P. വേണുഗോപാൽ, വാസുദേവൻ കയറാട്ട്, K.R. രമേശ്, വിജയൻ പുണോത്ത്, P. പ്രസാദ്, ഹരിദാസ് കയറാട്ട്, V. ശ്രീധരൻ, രാഹുൽ ഓലശ്ശേരി, വിവിധ ദേശങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് C. A. ശങ്കരൻകുട്ടി, K. സതീഷ് കുമാർ, പ്രശാന്ത് പുഴങ്കര, T.P. ഗിരീശൻ, P.R. സുരേഷ് കുമാർ, ജയേഷ് കുമാർ, ബാബു പൂക്കുന്നത്ത്, P.G. രവീന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ, സെക്രട്ടറി P.N. ഗോകുലൻ, ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ P.N. രാജൻ, ദേവസ്വം ഓഫീസർ G. ശ്രീരാജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. G. സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി K.C. വേണുഗോപാൽ. മുതിർന്ന CPIM നേതാവ് G. സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി AICC ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാൽ. G. സുധാകരന്റെ വസതിയിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമായിരുന്നുവെന്ന് K.C. വേണുഗോപാൽ പ്രതികരിച്ചു. രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹവുമായി സൗഹൃദമുണ്ടെന്നും K.C. വേണുഗോപാൽ പറഞ്ഞു. തന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ചാണ് K.C. വന്നതെന്ന് G. സുധാകരനും പ്രതികരിച്ചു. രാഷ്ട്രീയം സംസാരിച്ചു എന്ന ചോദ്യത്തിന് K.C.യുമായി എന്ത് രാഷ്ട്രീയം സംസാരിക്കാനാണെന്നും അദ്ദേഹം IM-ലേക്ക് വരുമോ എന്നാണ് സംസാരിക്കേണ്ടത് എന്നുമായിരുന്നു മറുപടി. പാർട്ടിയിൽ താൻ അസംതൃപ്തനല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്ഥാനമാനങ്ങളില്ലാത്ത താൻ പ്രധാനി എന്ന് എതിരാളികളും കരുതുന്നുവെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ നവംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ 3 വരെ നീട്ടി. സംസ്ഥാനത്തെ നവംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ 3 വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി G.R. അനിൽ അറിയിച്ചു. ഡിസംബർ 4-ാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് അവധിയായിരിക്കുന്നതും ഡിസംബർ 5 മുതൽ ഡിസംബർ മാസത്തെ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുന്നു. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുന്നു. ഇന്നും വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം 80,000 കടന്നിരുന്നു. ഇന്നലെ 75,821 ഭക്തർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഒരേ സമയം കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നുണ്ട്.
ഇന്ന് ഞായറാഴ്ചയായതിനാൽ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനവും വർദ്ധിക്കുന്നുണ്ട്. മുൻ വർഷത്തേക്കാൾ 15 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ സീസണിൽ ഇതുവരെ ലഭിച്ചത്. ഇന്നലെ രാത്രി സന്നിധാനത്ത് ചെറിയ തോതിൽ മഴ പെയ്തു. ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒരിടവേള കൂടി. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെറ ട്രിnkets എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8921862766 9995673426. വാർത്തകൾ തുടരുന്നു. വാണിജ്യ സിലിണ്ടറിന്റെ നിരക്ക് കൂട്ടി. വാണിജ്യ സിലിണ്ടറിന്റെ നിരക്ക് കൂട്ടി. 16.5 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഇതോടെ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില സംസ്ഥാനത്ത് 1827 രൂപയായി വർദ്ധിച്ചു. ഡൽഹിയിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിന് വില 1818.5 രൂപയായി. കഴിഞ്ഞ മാസം ഇത് 1802 രൂപയായിരുന്നു. 5 മാസത്തിനിടെ 172.5 രൂപയാണ് ഡൽഹിയിൽ കൂടിയത്. വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ കൊൽക്കത്തയിൽ 1927 രൂപയാണ് വില. നവംബറിൽ ഇത് 1911.50 രൂപയായിരുന്നു. മുംബൈയിൽ 1754.50 രൂപയ്ക്ക് ലഭിച്ചിരുന്ന സിലിണ്ടർ ഇന്നു മുതൽ 1771 രൂപയ്ക്ക് ലഭിക്കും. ചെന്നൈയിൽ 1980.50 രൂപയാണ് വില. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് ഒന്നും ചെയ്തില്ലെന്ന് പ്രിയങ്ക ഗാന്ധി MP. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രിയങ്ക ഗാന്ധി MP. പുനരധിവാസം വേഗത്തിലാക്കണമെന്നും അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അവർ പറഞ്ഞു. അതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ശരിയല്ല. ദുരന്തമുണ്ടായപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് നിന്നതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ നന്ദി അറിയിക്കാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയതായിരുന്നു പ്രിയങ്ക ഗാന്ധി. മലപ്പുറത്തെയും കോഴിക്കോടെയും സന്ദർശനം പൂർത്തിയാക്കി വയനാട് ജില്ലയിലെത്തിയ പ്രിയങ്ക മാനന്തവാടിയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും തുല്യത തങ്ങൾ ഉറപ്പു നൽകുന്നു. വന്യജീവി സംഘർഷം, രാത്രിയാത്രാ നിരോധനം, ആദിവാസി മേഖലകളിലെ പ്രശ്നം എല്ലാം പരിഹരിക്കപ്പെടണമെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. വയനാടിന്റെ വിനോദസഞ്ചാര മേഖല, കാർഷിക വൃത്തി, ഭക്ഷ്യസുരക്ഷ എന്നിവയ്ക്കെല്ലാം മുൻഗണന നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെത്തിയത്. വയനാട്ടിൽ ഉജ്ജ്വല ഭൂരിപക്ഷം നേടി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായിരുന്നു ഇരുവരും മണ്ഡലത്തിലെത്തിയത്. വൈകുന്നേരത്തോടെ കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കാനാണ് പോകുന്നതെന്ന് വണ്ടൂരിൽ ഒരുക്കിയ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കവേ പ്രിയങ്ക പറഞ്ഞിരുന്നു. രാത്രി യാത്രാ പ്രശ്നവും വന്യജീവി പ്രശ്നങ്ങളും തനിക്ക് അറിയാമെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. BJP വിഭജനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി ജനങ്ങളോട് പറഞ്ഞു. അകമല ദേശവിളക്കിന്റെ നോട്ടീസിന്റെയും കലണ്ടറിന്റെയും പ്രകാശന കർമ്മം നടന്നു. അകമല ദേശവിളക്കിന്റെ നോട്ടീസിന്റെയും കലണ്ടറിന്റെയും പ്രകാശന കർമ്മം ഉത്രാളിക്കാവ് ക്ഷേത്ര തിരുസന്നിധിയിൽ വെച്ച് ഉത്രാളിക്കാവ് പൂരം ഏങ്കങ്കാട് ദേശം പ്രസിഡന്റ് ശ്രീ TP ഗിരീശൻ ഡോക്ടർ ഐശ്വര്യ സുരേഷിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. അകമല ദേശവിളക്ക് പ്രസിഡന്റ് K അനുമോദ്, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ കണ്ണൻ തുളസി, പൂരക്കമ്മിറ്റി ഭാരവാഹികളായ സുരേഷ് കുമാർ, MP പ്രമോദ്, ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ M മോഹനൻ, KR പ്രതീഷ്, CS സലീഷ് കുമാർ, R രാജീവ് എന്നിവരും കൗൺസിലർ ബുഷ്ര റഷീദ്, TS മായാദാസ്, ബിജു കൃഷ്ണൻ, തിരുത്തിയിൽ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ച് ദേശവിളക്കിന്റെ ആദ്യ സംഭാവന ശ്രീ അനിയൻ ഒലാശ്ശേരിയിൽ നിന്ന് ഏറ്റുവാങ്ങി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെയും ബസ് സ്റ്റോപ്പിന്റെയും ഉദ്ഘാടനം സേവ്യർ ചിറ്റലപ്പള്ളി MLA നിർവഹിച്ചു.
വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും അനുബന്ധ പ്രവർത്തികളുടെയും ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. ബസ് സ്റ്റോപ്പിന്റെ ഒരു രൂപഘടനയും ഞാനിപ്പോൾ PWDയുടെ ഈ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അതങ്ങനെ പ്രയാസമായിട്ട് പറയല്ല. അപ്പോൾ ആ രൂപഘടന നമുക്കൊന്ന് മാറ്റണം എന്നൊരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ PWD ഉദ്യോഗസ്ഥന്മാരും മറ്റ് ആർക്കിടെക്റ്റുകളുമായി സംസാരിച്ച്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അളവിലുള്ള ബസ് സ്റ്റോപ്പ് നിൽക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. നമുക്കറിയാം ഇവിടെ പിന്നെ മറ്റു രീതിയിൽ ഒക്കെ തന്നെ വ്യത്യസ്തങ്ങളായ കയ്യേറ്റങ്ങൾ പ്രത്യേകിച്ച് ഒക്കെ തന്നെ നടന്നു നിൽക്കുന്ന ഈ സ്ഥലത്തെ അതിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതോടൊപ്പം തന്നെ ബസ് ബേയും ട്രാഫിക് മാർക്കിങ്ങുകളും ഡിവൈഡറും മംഗലം തെക്കുംകര റോഡിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരുക്കിയിട്ടുണ്ട്. തുക അനുവദിക്കപ്പെട്ട് മുന്നോട്ട് പോകാതിരുന്ന പദ്ധതിയാണ് സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ഇടപെടൽ മൂലം ജീവൻ വയ്ക്കുകയും ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട് നാടിന് സമർപ്പിക്കപ്പെടുകയും ചെയ്തത്. പദ്ധതി നഷ്ടപ്പെടാതെ വീണ്ടെടുത്ത് പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ രൂപകൽപ്പന പ്രശസ്ത ആർക്കിടെക്റ്റുകളെ വെച്ച് ഹെറിറ്റേജ് മാതൃകയിൽ തയ്യാറാക്കി പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗത്തിനായിരുന്നു നിർവഹണ ചുമതല. വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ് പരിപാലന ചുമതല. നഗരസഭയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകി ലൈറ്റുകൾ സ്ഥാപിച്ച് പ്രകാശം ഒരുക്കിയിട്ടുണ്ട്. അമൃത് പദ്ധതി പ്രകാരം നടക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തിയിൽ സ്റ്റേഷന് ആധുനിക കവാടം ഒരുങ്ങുന്നുണ്ട്. ഇതിന് സമീപത്ത് നിർമ്മിച്ച പൈതൃക മാതൃകയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും കൂടി ചേരുമ്പോൾ തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരി പട്ടണത്തിന് ഒരു മനോഹര കവാടം എന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നത്. അപകട സാധ്യതയുള്ള ഈ മേഖലയിൽ ട്രാഫിക് മുന്നറിയിപ്പ് ബ്ലിങ്കിംഗ് ലൈറ്റുകൾ സ്ഥാപിക്കാനും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള ബസ് ബേ പ്രയോജനപ്പെടുത്തി ബസ്സുകൾക്ക് നിർത്തി ആളുകളെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും പോലീസ് നിയന്ത്രണത്തിൽ നടപടികൾ സ്വീകരിക്കാനും ധാരണയായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AM ജമീല ബീവി ടീച്ചർ, കൗൺസിലർ SAA ആസാദ്, വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം തൃശൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന ശശി സ്വാഗതവും പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജശ്രീ നന്ദിയും പറഞ്ഞു. ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ അഴുകാത്ത മൃതശരീരം. ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിലുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ അഴുകാത്ത മൃതശരീരം കാണാൻ അടുത്തിടെയായി തൃശൂർ ജില്ലയിൽ നിന്നും നിരവധി പേർ ഗോവയിലെത്തുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, പള്ളിമുക്ക് എന്നിവിടങ്ങളിൽ പള്ളികൾ വിശുദ്ധ സേവിയറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഗോവയിലെ കത്തീഡ്രൽ പള്ളിയിൽ പ്രത്യേകം സൂക്ഷിച്ചിട്ടുള്ള പേടകത്തിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. മൃതദേഹത്തിന് 500-ൽ പരം വർഷത്തെ പഴക്കമുള്ളതായാണ് കണക്കുകൂട്ടൽ. ഒരു കെമിക്കൽ പോലും ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹത്തിന് ഇതുവരെയും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നതാണ് അതിശയം. ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസികൾക്കും ആത്മീയ ആനന്ദം പകരുന്നതാണ് കേടുകൂടാത്ത മൃതദേഹത്തിന്റെ കാഴ്ചകൾ. പണ്ടുകാലത്ത് തുറന്ന കൂട്ടിൽ വെച്ചിരുന്ന മൃതദേഹത്തിന്റെ പാദത്തിൽ മുത്തം വയ്ക്കുന്നതിനിടെ ഒരു സ്ത്രീ കടിച്ചു മുറിച്ചതായി പറയപ്പെടുന്നു. വിശുദ്ധ സേവിയറിന്റെ ഒരു കൈ മറ്റൊരു ദേവാലയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിലെ കൂടുതൽ ചടങ്ങ് വിശുദ്ധനെ ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധ സേവിയറിന്റെ അഴുകാത്ത മൃതദേഹം കാണാൻ ക്രൈസ്തവർ മാത്രമല്ല എത്തുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി നിരവധി പേർ വിശ്വസിക്കാനാവാത്ത കാഴ്ച കാണാൻ ഗോവയിലെത്തുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അതിരൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കഴിഞ്ഞ ദിവസം ഗോവയിലെ ദേവാലയം സന്ദർശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറി CPM നേതാവ് G സുധാകരൻ. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലുകൾ ജനാധിപത്യ വിരുദ്ധമെന്ന് മന്ത്രി R ബിന്ദു. കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയത ഒറ്റപ്പെട്ട സംഭവമാണെന്ന് MV ഗോവിന്ദൻ. CPMനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയ പോസ്റ്റ് മോഡേണിസ്റ്റുകളെ ഇറക്കുന്നതായി EP ജയരാജൻ. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. G സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി KC വേണുഗോപാൽ.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.